ഹായ് നൻബ നൻബീസ്. ഇത് പാലക്കാട്ടിൽ നിന്ന് തൃശ്ശൂർ പോണ റൂട്ട്. ഇത് നമ്മുടെ പാലക്കാട് നിന്ന് തൃശ്ശൂർ പോണ റൂട്ടിൽ കേരളത്തിൽ ആദ്യത്തെ തുരങ്കപാത സ്ഥിതി ചെയ്യുന്നത് ഈ റൂട്ടിലാട്ടോ. നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് തൃശ്ശൂർ എന്ന് വെച്ചാൽ വാളയാർ കഴിഞ്ഞ് തൃശ്ശൂർ പോണ റൂട്ടിൽ ഈ റോഡിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഈ റോഡ് അധികം റഷല്ല. നമ്മുടെ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര റഷാണ് റോഡ്. കാരണം റോഡ് സൈഡിൽ കടകളുണ്ട്. സർവീസ് റോഡിലല്ലാതെ തന്നെ റോഡ് സൈഡിൽ തന്നെ കടകൾ, മറ്റേത് മറിച്ചത്, ആളുകൾ തിങ്ങി തിരക്ക്, അങ്ങനത്തെ ഒരുപാട് സംവിധാനങ്ങൾ അങ്ങനെ നിറഞ്ഞു കയറിക്കുന്ന ഒരു സെറ്റപ്പാണ് അവിടെ. ഇവിടുന്ന് തൃശ്ശൂർ വരെ, പാലക്കാട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ വാളയാർ മുതൽ തൃശ്ശൂർ വരെയുള്ള റൂട്ടിൽ ഒരു തിരക്കുണ്ടാവില്ല. നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്ന റൂട്ടാണ് ഈ റൂട്ട്. ഒരു എക്സ്പ്രസ് ഹൈവേയുടെ പ്രതീതിക്കുള്ള റോഡ് കേട്ടോ. നമുക്ക് കടകളൊക്കെ ആവശ്യമുണ്ട്. ഈ സർവീസ് റോഡിന് കയറിയിട്ട് സിറ്റിയിലേക്ക് പോകണം. വടക്കാഞ്ചേരിക്ക് ഉള്ളിലാണ്. അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. പിന്നെ ചെറിയ ചെറിയ സിഗ്നലുകളുണ്ട്. ആ സിഗ്നലുകൾ ഒരു ഫ്ലൈ ഓവറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സുഖമായിട്ട് പോകാൻ പറ്റിയ, യാത്ര ചെയ്യാൻ പറ്റിയൊരു സംഭവം കേട്ടത്. അപ്പോൾ ഇവിടെയാണ് തുരങ്കപാത പറഞ്ഞല്ലോ. തുരങ്കപാതയ്ക്ക് ഒരു കഥ പറയാനുണ്ട്. നമ്മുടെ ഒരു ഫാമിലി, ഒരു ഡ്രൈവറെ ഫാമിലിയുടെ ദുഃഖത്തിൻ്റെ കഥ എന്ന് പറയാം. കാരണം ഈ തുരങ്കപാത നിർമ്മിക്കുന്ന സമയത്താണ് ഒരു JCB ഡ്രൈവറിൻ്റെ കയ്യിൽ നിന്നും ഒരു മലമ്പാമ്പ് കൊല്ലപ്പെട്ടു. എന്ന് വെച്ചാൽ അയാളുടെ വണ്ടീൻ്റെ അടിയിൽ പെട്ടിട്ട് ഒരു മലമ്പാമ്പ് ചത്തു. അതിനെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേസ് എടുത്ത്. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനെതിരെ കേസില്ല. ഈ തുരങ്കപാത നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ കീഴിലാണ്. അവർക്കെതിരെ കേസില്ല, ഗവൺമെൻറ്റിന് കേസില്ല, ഇത് എടുത്ത കോൺട്രാക്ടർക്കും കേസില്ല. അത് പണി ചെയ്ത ഡ്രൈവർക്കെതിരെ കേസ്. അതൊരു അതിഥി തൊഴിലാളിയായിരുന്നു. അയാൾക്ക് വേണ്ടി ഒരു മലയാളി വക്കീൽ സംസാരിക്കുന്ന ഓഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങളതൊന്ന് കേൾക്കണം, നല്ലതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.